അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എസി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. 3 മണിയോടെ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിലാണ് സംസ്കാര ചടങ്ങ്. രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനം നടക്കും. സ്വാന്തന സാജു ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സ്വാന്തന, സംസ്കാര ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്? കുടുംബം വലിയ വേദനയിലാണ്. ഗുഡ് മോർണിംഗ് ഷിയാസ്, ഗുഡ് മോർണിംഗ് റോഷ്നി. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ട 2 മലയാളികൾ. അവരുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. കൊട്ടാരക്കര സ്വദേശിയായ എസി തോമസിന്റെയും അതുപോലെ തന്നെ ഭാര്യ ലവോനി തോമസിന്റെയും മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾക്കായി തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതൽക്ക് തന്നെ പൊതുദർശന ചടങ്ങുകൾ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ വച്ച് നടക്കും. അതിനുശേഷം വൈകുന്നേരം ഒരു 3 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള കാര്യമാണ് ബന്ധുക്കളിൽ നിന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ തന്നെ മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നതാണ്. വിയറ്റ്നാമിൽ നിന്നും ആദ്യം മുംബൈയിലേക്കാണ് മൃതദേഹങ്ങൾ എത്തിച്ചത്. മരണപ്പെട്ട 15 ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങൾ വിയറ്റ്നാമിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് മുംബൈയിൽ എത്തിച്ചത്. അവിടെ നിന്നും 2 മലയാളികൾ, ഇതിൽ 2 മലയാളികൾ മാത്രമാണ് ഈ ട്രിപ്പിന് ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. അവർ 2 പേരും മരണപ്പെടുകയും ചെയ്തു. അവരുടെ മൃതദേഹങ്ങൾ ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. അവിടെ നിന്നാണ് ഇന്നലെ നോർക്കയുടെയും മറ്റും സഹായത്തോടുകൂടി തന്നെ കൊട്ടാരക്കരയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. നിലവിൽ ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത്. 10 മണിയോടുകൂടി തന്നെ പൊതുദർശന ചടങ്ങുകൾക്കായിട്ട് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതാണ്. ഇന്നലെ തന്നെ സർക്കാരിന്റെ പ്രതിനിധികളടക്കം എല്ലാവരും തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിരുന്നു. തിരുവനന്തപുരത്തെ മന്ത്രിയായിട്ടുള്ള CP ജോണും അതുപോലെ തന്നെ കൊല്ലത്തെ മന്ത്രിയായിട്ടുള്ള PC വിഷ്ണുനാഥും അടക്കമുള്ള ആളുകൾ, കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ള ആളുകൾ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മൃതദേഹം കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോയത്. ഈ എസി തോമസിനെയും ലവോനി തോമസിനെയും സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കൊട്ടാരക്കരയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു വ്യവസായ കുടുംബത്തിലുള്ള 2 പേരാണ് വിടവാങ്ങിയിരിക്കുന്നത്. അവിടുത്തെ നിരവധി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ കൂടിയാണ്. അത് മാത്രവുമല്ല, ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 300-ലധികം ആളുകളുണ്ട്. ഇവർക്ക് വിക്ടറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ വ്യവസായ മേഖല ശൃംഖല തന്നെ ഇവർക്കുണ്ട്. അപ്പോൾ അതിൽ ജോലി ചെയ്യുന്ന 300-ലധികം ആളുകളുണ്ട്. അങ്ങനെ നിരവധി പേരുടെ ജീവിതത്തിന്റെ ഭാഗമായി നിന്ന 2 പേര് കൂടിയാണ് ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് കൊട്ടാരക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ഒരു വേദന തന്നെയാണ് 2 പേരുടെയും മരണം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരത്തോടെ നടക്കാനിരിക്കുകയാണ്. ശരി, സ്വാന്തനയാണ് വിവരങ്ങൾ നൽകിയത്.